ഏതാണ്ട് 18 വർഷക്കാലത്തിനിടയിൽ 4 ലക്ഷത്തോളം കുടുംബങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുള്ള ആത്മയുടെ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളുടെ പ്രസക്തിയെക്കുറിച്ചും അതിൻ്റെ ഒരു വൈഡർ ക്യാൻവാസിനെ കുറിച്ചും ചുരുക്കം ചില വാക്കുകൾ സൂചിപ്പിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇന്ന് നമ്മുടെ രാജ്യം ലോകത്തിലെ വലിയ വൻ ശക്തികളിൽ ഒന്നായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഒരു സാമ്പത്തിക ശക്തി എന്നുള്ള നിലയിൽ, സമ്പദ്ഘടന എന്നുള്ള നിലയിൽ ഇന്ത്യ 5ാം സ്ഥാനത്താണ് എന്ന് നമ്മളെല്ലാവരും വായിച്ചറിഞ്ഞിട്ടുണ്ടാകും. വരുന്ന 1-2 വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യ ലോകത്തിലെ 3 സമ്പദ്ഘടനകളിൽ ഒന്നായിട്ട് മാറും എന്ന് പറഞ്ഞാൽ US-ഉം ചൈനയും ഇന്ത്യയും എന്നുള്ള സ്ഥിതിയിലെത്തും എന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ ഇത് സൃഷ്ടിക്കുന്ന ധാരാളം ചാലഞ്ചസ് ഉണ്ട്. ഇന്ത്യ 3-ൽ 1 ശക്തിയായിട്ട് മാറുന്നു എന്നുള്ളത് ആ 3-ൽ ബാക്കിയുള്ള 2 പേരുൾപ്പെടെ, ആ 3-ൽ പെടാത്തവരുൾപ്പെടെയുള്ള ആളുകൾക്ക് അത്ര സന്തോഷമുള്ള ഒരു കാര്യമല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാൻ കഴിയും. അന്താരാഷ്ട്ര തലത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ശാക്തിക മത്സരം, ആ ശാക്തിക മത്സരത്തെ കഴിഞ്ഞ ദിവസം ഡോക്ടർ S. ജയശങ്കർ അദ്ദേഹം സൂചിപ്പിച്ചത് ഒരു ക്ലാസ് റൂമിൽ, ഞാൻ കുട്ടികളുടെ ഒരു പ്രോഗ്രാമിലാണ് അദ്ദേഹം സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ക്ലാസ് റൂമിൽ കുട്ടികൾ തമ്മിൽ ഫസ്റ്റ് റാങ്ക് കിട്ടാൻ വേണ്ടി, ഫസ്റ്റ് പ്ലേസ് കിട്ടാൻ വേണ്ടി നടത്തുന്ന ശ്രമം പോലെ രാജ്യങ്ങൾ തമ്മിലും ഈ തരത്തിലുള്ള മത്സരങ്ങളും ഈ തരത്തിലുള്ള പരിശ്രമങ്ങളും നടക്കും. പക്ഷെ കുട്ടികൾ 1ാം സ്ഥാനം കിട്ടാൻ വേണ്ടി നടത്തുന്നത് പോലെ അത്ര നിഷ്കളങ്കമായിട്ടുള്ള, നിർദോഷമായിട്ടുള്ള മത്സരങ്ങളല്ല അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന മത്സരങ്ങളിൽ മറ്റു രാജ്യങ്ങൾ എങ്ങനെ മുന്നോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്താം എന്നുള്ളത് ഉൾപ്പെടെയുള്ള വിവിധ ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾ നടത്തും. നമ്മുടെ രാജ്യത്തും ഇതുപോലെയുള്ള പല ഇടപെടലുകളും ഒരുപക്ഷെ ഈ പറഞ്ഞ CSOകളെ ഉപയോഗിച്ചുകൊണ്ട് വിവിധ രാജ്യങ്ങൾ നടത്തി എന്നുള്ളത് ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് പല പേരുകളിൽ, പല രൂപത്തിൽ, പല വ്യാഖ്യാനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആണ് അത് നടന്നുകൊണ്ടിരുന്നത്. രാജ്യം പുരോഗതിയിലേക്ക് നീങ്ങുമ്പോൾ ആ രാജ്യത്തിന്റെ പുരോഗതി സർക്കാരിന്റെ മാത്രം പരിശ്രമം കൊണ്ടാണ് ഉണ്ടാവുക എന്ന് വിശ്വസിക്കാത്ത ഒരാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹം 2021 ഓഗസ്റ്റ് 15-ാം തീയതി റെഡ് ഫോർട്ടിൽ നിന്ന് ഇൻഡിപെൻഡൻസ് ഡേ, സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ 74 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു. സ്വാതന്ത്ര്യം നേടി കഴിഞ്ഞ 74 വർഷങ്ങൾക്കിടയിൽ ഇന്ത്യ വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. വിവിധ മേഖലകളിൽ നമുക്ക് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തിയാൽ നമുക്ക് ഇനിയും ഏറെ ദൂരം മുന്നോട്ട് പോകാനുണ്ട്. അതുകൊണ്ട് ആ ലക്ഷ്യം സാധ്യതമാക്കാൻ വേണ്ടി നമുക്ക് സ്വാതന്ത്ര്യത്തിന്റെ 74-ാമത്തെ വർഷത്തിൽ 75-ാമത്തെ വർഷത്തിലേക്ക് കാലൂന്നുന്ന ഈ അവസരത്തിൽ അടുത്ത ഒരു 1/4 നൂറ്റാണ്ട് കാലം 2047 ആകുമ്പോഴേക്കെങ്കിലും ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റാൻ, വികസിത രാഷ്ട്രം എന്നുള്ള സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയവരുടെ
സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന തരത്തിലുള്ള ഒരു വികസിത രാഷ്ട്രം സൃഷ്ടിക്കാൻ വേണ്ടി നമുക്ക് പ്രയത്നിക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് സർക്കാരിന്റെ പരിശ്രമം കൊണ്ട് മാത്രം സാധ്യമാകും എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. ഇത് ഈ നാട്ടിലെ ഓരോ പൗരന്റെയും പരിശ്രമത്തിലൂടെയാണ് സാധ്യമാവുക. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ട് ഞാൻ 2014 പ്രധാനമന്ത്രി എന്നുള്ള ചുമതലയേറ്റെടുത്തതിന് ശേഷം സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ് എന്നുള്ള 3 തത്വങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ സർക്കാരിന്റെ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. പക്ഷേ വികസിത ഭാരതം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ആ പരിശ്രമം സബ്കാ പ്രയാസ് കൂടി ഉണ്ടായാലേ സാധിക്കുകയുള്ളൂ. എല്ലാവരുടെയും പങ്കാളിത്തവും പരിശ്രമവും ഉണ്ടാകണം. ഞാനിത് പറയാൻ കാരണം, സുരേഷ് പറഞ്ഞു, ഇങ്ങനെ നരേന്ദ്രമോദി സർക്കാരിന് ഈ തരത്തിൽ സമൂഹത്തിന്റെ പങ്കാളിത്തത്തെക്കുറിച്ച്, സമൂഹ പങ്കാളിത്തത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന സംഘടനകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് നരേന്ദ്രമോദി സർക്കാരിന്റെ സമീപനം എന്താണ്, നിലപാടെന്താണ്, നയമെന്താണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമാകാൻ ഇതിൽ കൂടുതൽ വേറൊരു പോളിസി സ്റ്റേറ്റ്മെന്റ് ആവശ്യമില്ല. മാത്രമല്ല, അതിന്റെ പ്രായോഗിക തലത്തിലേക്ക് നോക്കിയാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ചുമതലയെടുത്തതിന് ശേഷം 2014 മെയ് മാസത്തിൽ അദ്ദേഹം അധികാരത്തിലേക്ക് വന്നു, പ്രധാനമന്ത്രി പദവിയിലേക്ക് വന്നു. 2014 ഒക്ടോബർ 2-ാം തീയതിയാണ് സ്വച്ഛ ഭാരത് എന്ന് പറയുന്ന ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതി, ആ പദ്ധതിക്ക് രൂപം നൽകിയത്. അത് കേവലം ശുചീകരണത്തിന് ഒതുങ്ങുന്ന പദ്ധതിയല്ല. ആ ശുചീകരണത്തിന് ഏതൊക്കെ മേഖലകളിൽ അതിന്റെ ഇമ്പാക്ട് ഉണ്ടാകുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കേവലം ശൗചാലയങ്ങൾ പണിയുന്നതിനപ്പുറത്തേക്ക് അതിന് ഓരോ മനുഷ്യന്റെയും ജീവനിലുണ്ടാകുന്ന മാറ്റം, അത് സൃഷ്ടിക്കുന്ന മാറ്റം, ആ മാറ്റം അന്താരാഷ്ട്ര ഏജൻസികളടക്കം പഠന വിധേയമാക്കി അതിന്റെ റിപ്പോർട്ടുകളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ഉൾപ്പെടെ ഈ ഒരു പരിശ്രമത്തിന്റെ ഫലമായിട്ട് എത്രമാത്രം കുറഞ്ഞു എന്നുള്ളതിന്റെ പഠന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ ആ പ്രവർത്തനം, അല്ലെങ്കിൽ സ്വച്ഛ ഭാരത് എന്ന് പറയുന്ന പ്രവർത്തനം, അതൊരു സർക്കാർ പ്രവർത്തനമായിട്ട് മാത്രം ഒതുങ്ങി നിൽക്കരുത് എന്നുള്ള നിർബന്ധത്തോടുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി 2014 ഒക്ടോബർ 2-ാം തീയതി അതിന് തുടക്കം കുറിച്ചത്. അത് കേവലം സ്വച്ഛ ഭാരതിൽ ഒതുങ്ങി നിന്നില്ല. ആ സ്വച്ഛ ഭാരതിൽ നിന്ന് വിവിധ മേഖലകളിൽ, എല്ലാ മേഖലകളിലും ജനങ്ങളുടെ പങ്കാളിത്തം. ഉദാഹരണത്തിന് G20 കഴിഞ്ഞ വർഷം നമ്മൾ ഇന്ത്യ അതിന്റെ ആതിഥ്യം വഹിച്ച വർഷമായിരുന്നു. G20യുടെ ഇത്രയും കാലത്തെ ചരിത്രത്തിനിടയിൽ ഇത്രയും ജനപങ്കാളിത്തമുള്ള ഒരു G20 ഇന്നുവരെ നടന്നിട്ടില്ല. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന വിദേശകാര്യ മന്ത്രിമാർ അവരതിന്റെ സമാപന യോഗങ്ങൾ, സമിറ്റ്, വിവിധ രാഷ്ട്രത്തലവന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ, ജോ ബൈഡൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഡൽഹിയിൽ പങ്കെടുത്ത യോഗങ്ങൾക്കിടയിൽ അവർ വ്യക്തിപരമായിട്ട്, പരസ്യമായിട്ട് അവർ പറയുന്നത് ഒരു പക്ഷേ ഫോർ ദി റെക്കോർഡ് ആവാം, പക്ഷെ വ്യക്തിപരമായിട്ടുള്ള അനൗപചാരിക സംഭാഷണങ്ങളിൽ അവർ സൂചിപ്പിച്ചത്, ഇന്ത്യ നടത്തിയിട്ടുള്ളത് പോലെയുള്ള ശ്രമം, യു ഹാവ് പുട്ട് എ ഹൈ ബെഞ്ച് മാർക്ക് വിച്ച് വിൽ ബി ഡിഫിക്കൽട്ട് ഫോർ എനി അതർ കൺട്രി ടു എമുലേറ്റ് എന്നുള്ളതായിരുന്നു. UAE വിദേശകാര്യമന്ത്രി, അതുപോലെയുള്ള നിരവധി ആളുകൾ. കാരണം ജനപങ്കാളിത്തം എന്നുള്ളതാണ് നരേന്ദ്രമോദിജിയുടെ അതിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഘടകം ഉണ്ടായത്. കാരണം പ്രധാനമന്ത്രി G20 നടത്താൻ ഇന്ത്യ തീരുമാനമെടുത്തപ്പോൾ അതിന്റെ 1 വർഷം 2 വർഷം, ഏതാണ്ട് 2-3 വർഷം മുമ്പ് നമ്മൾ അതിന്റെ തയ്യാറെടുപ്പുകൾ തുടങ്ങിയപ്പോൾ അത് കേവലം ഡൽഹിയിൽ മാത്രമാകരുത്. G20യുടെ നിരവധി സമ്മേളനങ്ങൾ രാജ്യത്തെ ഏതാണ്ട് 70ഓളം നഗരങ്ങളിൽ, കേരളത്തിൽ ഞാൻ അതിനുശേഷം ഇന്ത്യൻ എക്സ്പ്രസിലെയോ ടൈംസ് ഓഫ് ഇന്ത്യയിലെയോ മറ്റൊരു വാർത്ത വായിച്ചത് ഞാൻ ഓർക്കുകയാണ്. കുമരകം എന്ന് പറയുന്ന ഗ്രാമം, ആ ഗ്രാമത്തിലുള്ള ആളുകൾക്ക് G20യെ കുറിച്ച് ഒരു ധാരണയില്ല. പക്ഷേ ആ
G20-യുടെ ഒരു യോഗം, ഷെർപ്പകളുടെ യോഗം നടന്ന ഉപരകത്തെ വേദിയിലേക്കുള്ള വഴി മുഴുവൻ അലങ്കരിച്ച് അവിടുത്തെ ജനങ്ങളുടെ മുഴുവൻ പങ്കാളിത്തം അതിലൂടെ എങ്ങനെ സാധ്യമായി എന്നുള്ളത് നരേന്ദ്രമോദിജിയുടെ ഒരു ദീർഘവീക്ഷണവും അദ്ദേഹത്തിന്റെ ഭാവനയും, ആ ഭാവനയും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അത് നേരിട്ടറിയുന്ന ഒരാളെന്നുള്ളതിൽ എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ പറ്റും. അങ്ങനെ അതുമാത്രമല്ല, കോവളത്ത് ഇതേപോലെ ടൂറിസം ഹെൽത്ത് മിനിസ്റ്റേഴ്സിന്റെ കോൺഫറൻസ് നടന്നപ്പോൾ, G20 രാജ്യങ്ങളിലെ കോൺഫറൻസ് നടന്നപ്പോൾ വൈകുന്നേരത്തെ കലാപരിപാടികൾ അവതരിപ്പിച്ചത് കണ്ട് അടുത്തിരുന്ന ഒരു വിദേശ രാജ്യ പ്രതിനിധി എന്നോട് ചോദിച്ചു, ഇത് മുഴുവൻ നിങ്ങളുടെ ഈ പ്രോവിൻസിൽ ഉള്ളതാണോ, ഈ കലാരൂപങ്ങൾ മുഴുവൻ? ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും. ഒരു വശത്ത് ഇത് ചെയ്യുമ്പോഴും മറുവശത്ത് അതോടൊപ്പം പ്രധാനമന്ത്രിയുടെ നിലപാട് ഏതൊക്കെ മേഖലകളിൽ സർക്കാർ ഇടപെടണം, സർക്കാർ ഏതൊക്കെ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം, അതിനെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ഒരാളാണ്. ഗവേണൻസ് എന്ന് പറയുന്ന മേഖല, ആ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നിരവധി കാലഹരണപ്പെട്ടതോ അല്ലെങ്കിൽ കാലിക പ്രസക്തി ഇല്ലാത്തതോ ആയിട്ടുള്ള നിരവധി നിയമങ്ങൾ, ആ നിയമങ്ങൾ മുഴുവൻ തന്നെ പൊളിച്ചു മാറ്റാൻ ശ്രമിക്കുകയും സാധിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സർക്കാരാണ് നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ. അതുകൊണ്ട് കംപ്ലയൻസ് റിഡക്ഷൻ എന്നുള്ളത് സർക്കാരിന്റെ ഒരു നയമാണ്. കംപ്ലയൻസ് റിഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ച് വ്യാവസായിക മേഖലയിൽ, സാമ്പത്തിക ഇടപാടുകളിൽ, അങ്ങനെയുള്ള മേഖലകളിൽ ഒരു കംപ്ലയൻസ് ബേർഡൻ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആളുകളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സമീപനം നമ്മുടെ സ്വാതന്ത്ര്യം നേടിയിട്ടുള്ള തുടക്കത്തിലുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. റെഡ് ടേപ്പിസവും അതുമായിട്ടുള്ള ലൈസൻസ് രാജ്യവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. അതിൽ നിന്ന് മാറ്റി the government has no business to be in business എന്നുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ട് വെൽത്ത് ക്രിയേഷന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവരുടെ കംപ്ലയൻസ് ബേർഡൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ വർഷങ്ങൾക്കിടയിൽ, ആ ശ്രമങ്ങളുടെ ഫലമായിട്ട് വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ, നിയമങ്ങളിൽ വരുത്തിയിട്ടുള്ള പരിഷ്കാരങ്ങൾ, കുറ്റം ഒരു വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ ആ വീഴ്ച സംഭവിക്കുന്ന ആളെ അത് തിരുത്താനുള്ള അവസരം നൽകുകയാണ് വേണ്ടത്, അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുകയല്ല വേണ്ടത് എന്നുള്ള സമീപനം ഉൾപ്പെടെയുള്ള അങ്ങനെയുള്ള ഒരു നിലപാടാണ് സർക്കാരിനുണ്ടായത്. ഈ തരത്തിൽ ഒരു വശത്ത് കംപ്ലയൻസ് റിഡക്ഷൻ നടത്തുമ്പോഴും മറുവശത്ത് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസ്, സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ്, ആ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസിനെ ഏതൊക്കെ തരത്തിൽ ദുരുപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് ട്രാൻസ്പാരന്റ് ആയി, സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് അക്കൗണ്ടബിലിറ്റി കാത്തുസൂക്ഷിച്ചുകൊണ്ട് അതേ സമയത്ത് അവർക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ള നിലപാടാണ് എടുത്തത്. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, വിദേശത്തുനിന്ന് പല അന്താരാഷ്ട്ര NGO-കളും, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ എന്താ കാരണം, അങ്ങനെയുള്ള സംഘടനകളെ ഞാൻ ഒരിക്കലും സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് എന്ന് വിളിക്കാൻ എന്നെ സ്വയം അതിന്റെ വിലയിരുത്തൽ അനുവദിക്കുന്നു. കാരണം അവരാരും തന്നെ ഇന്ത്യൻ സിവിൽ സൊസൈറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നവരല്ല. അതുകൊണ്ടാണ് ഞാൻ NGO എന്ന് ബോധപൂർവ്വം തന്നെ വിളിച്ചതാണ്, അബദ്ധത്തിൽ വിളിച്ചു പോയതല്ല. അങ്ങനെയുള്ള സംഘടനകൾ, ഞാൻ പേര് പറയുന്നില്ല, അങ്ങനെയുള്ള സംഘടനകൾ വിദേശത്ത് നിന്ന് കിട്ടുന്ന സാമ്പത്തിക സഹായത്തെ നമ്മുടെ രാജ്യത്ത് ആണവ നിലയത്തിനെതിരായിട്ടുള്ള സമരത്തിലും, നമ്മുടെ രാജ്യത്ത് പൗരത്വ നിയമത്തിനെതിരായിട്ടുള്ള സമരത്തിലും, നമ്മുടെ രാജ്യത്ത് അതിർത്തി മേഖലകളിൽ ആഭ്യന്തര കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ പിന്തുണയ്ക്കാനും സായുധമായിട്ടുള്ള അക്രമങ്ങൾ നടത്തുന്നവർക്ക് പിന്തുണ നൽകാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർ ഇന്ത്യയിലെ നിയമം പാലിക്കണം. അവർ അന്താരാഷ്ട്ര സംഘടനയായിരിക്കാം,
പക്ഷേ ഇന്ത്യയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഇന്ത്യയിലെ നിയമം പാലിച്ചേ മതിയാവുള്ളൂ എന്നുള്ള നിബന്ധന, എന്നുള്ള നിർബന്ധം, ആ നിർബന്ധം വെച്ചുകൊണ്ടാണ് ഉദാഹരണത്തിന് FCRA പോലെയുള്ള നിയമങ്ങൾ. ആ FCRAയിൽ വന്നിരുന്ന സഹായങ്ങൾ, ആ സഹായങ്ങൾ ഒരുപക്ഷെ ഇന്ത്യയുടെ ദരിദ്രാവസ്ഥയും ഇന്ത്യയിലെ ചില പ്രദേശങ്ങളുടെ അവികസിതാവസ്ഥയും വിദേശത്ത് അവതരിപ്പിച്ചുകൊണ്ട് നേടുന്ന സാമ്പത്തികമായിട്ടുള്ള സഹായത്തെ ഈ തരത്തിൽ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യം അടക്കമുണ്ടായപ്പോൾ അവിടെ ചില നിബന്ധനകൾ, ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആർക്കും ഒരു തടസ്സമുണ്ടാകാത്ത തരത്തിൽ, എന്നാൽ അവർ ഇന്ത്യയിലെ നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ് എന്നവർക്ക് അവരെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് FCRA ഇപ്പോ FCRAയിൽ രജിസ്റ്റർ ചെയ്ത് ഡൽഹിയിലെ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അവർ ഏത് പേർപ്പസിന് വേണ്ടിയാണോ അത് സ്വീകരിക്കുന്നത് അതേ പേർപ്പസിന് വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കുന്ന മേഖലയിൽ ഉപയോഗിക്കാൻ തയ്യാറായിട്ടുള്ളിടത്തോളം കാലം അവർക്കൊരു തടസ്സമില്ല. അത് റീപർപ്പസ് ചെയ്യാൻ ആർക്കും അവകാശമില്ല. അത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴും ആർക്ക് കൊടുത്തു എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടാകണം. ഈ തരത്തിൽ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ, ആ ട്രാൻസാക്ഷൻ ഉണ്ടാകണം എന്നുള്ള നിബന്ധനയെ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അത് നരേന്ദ്രമോദി സർക്കാർ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷന്റെ മുകളിൽ കൊണ്ടുവന്നിട്ടുള്ള മറ്റ് ലക്ഷ്യങ്ങളോട് കൂടിയിട്ടുള്ള നിയന്ത്രണമാണ് എന്നാണ്. ഞാൻ ഈ രണ്ട് വശവും, ഒരു വശത്ത് സമൂഹത്തിന്റെ പങ്കാളിത്തത്തിന് വേണ്ടി ഇന്ത്യയുടെ പുരോഗതിയുടെ ഈ ഘട്ടത്തിൽ ഇന്ത്യ മുന്നോട്ടേക്ക് നീങ്ങുന്ന പശ്ചാത്തലത്തിൽ, ആ പശ്ചാത്തലത്തിൽ ഏതൊക്കെ തരത്തിലുള്ള അന്താരാഷ്ട്ര ശക്തികളുടെ, വിദേശ ശക്തികളുടെ ഇടപെടൽ ഇന്ത്യയിൽ നടക്കുന്നു എന്നുള്ള ഒരു വൈഡർ ഡയമെൻഷൻ, ആ വൈഡർ ഡയമെൻഷനകത്ത് ഒരു വശത്ത് കംപ്ലയൻസ് റിഡക്ഷൻ നടപ്പിലാക്കുമ്പോഴും മറുവശത്ത് സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ്, കംപ്ലയൻസ് റിഡക്ഷൻ എന്നുള്ളതിനർത്ഥം ഒരു എല്ലാ നിയന്ത്രണങ്ങളിൽ നിന്നും വിമുക്തമായിട്ടുള്ള ഒരു സാഹചര്യമല്ല. നാഷണൽ സെക്യൂരിറ്റി എന്നുള്ളത് ഇറ്റ് ഈസ് ഓഫ് പാരമൗണ്ട് ഇമ്പോർട്ടൻസ്. അത് തീർച്ചയായിട്ടും ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള കോംപ്രമൈസും ചെയ്യാൻ പറ്റാത്ത ഒരു നിലപാട് ആ കാര്യത്തിൽ എടുത്തുകൊണ്ട് നമ്മുടെ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് എന്നുള്ള പേരിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ ഇതുപോലെയുള്ള മേഖലകളിൽ നടത്തിയിട്ടുള്ള പലതരത്തിലുള്ള അൺവാണ്ടഡ് ഇന്റർവെൻഷൻസ്, അത്തരത്തിലുള്ള ഇന്റർവെൻഷൻസ് എങ്ങനെ തടയാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ഈ സമീപനം എടുത്തിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചോളം ആത്മയുടെ പ്രവർത്തനങ്ങൾ, നിരവധി മേഖലകളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു പ്രസന്റേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി. എനിക്കത് ഹാർഡ് കോപ്പി എന്നുള്ള നിലയിൽ ഡിജിറ്റൽ കോപ്പിയായിട്ട് എനിക്ക് കിട്ടിയിരുന്നു. അതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. പക്ഷെ കേരളം ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരുപക്ഷെ മറ്റു പല പരിഷ്കൃത സമൂഹങ്ങളിലും, പരിഷ്കൃത സമൂഹം എന്ന് നമ്മൾ വിളിക്കുന്ന സമൂഹങ്ങളെ കുറിച്ചാണ്, അത് പരിഷ്കാരമാണോ, പരിഷ്കൃതമാണോ, സിവിലൈസേഷൻ ആണോ, സിവിലൈസ്ഡ് സൊസൈറ്റി എന്ന് വിളിക്കാൻ പറ്റുമോ എന്നുള്ള വ്യാഖ്യാനത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാൻ അതിനെ സിവിലൈസ്ഡ് സൊസൈറ്റിയുടെ സ്വഭാവമായിട്ട് കാണുന്നില്ല. ഒരുപക്ഷെ ഈ കേരളത്തെ പാശ്ചാത്യ ചില രാജ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ആ രാജ്യങ്ങളിലുള്ള പല പ്രവണതകളുമാണ് നമ്മളിവിടെ കാണുന്നത്. ഡ്രഗ്സിന്റെ ഉപയോഗം, വയലൻസ്, ഒരു തരത്തിലുള്ള ഹിംസാത്മകമായിട്ടുള്ള സമൂഹമായിട്ട് കേരളം മാറുന്ന സാഹചര്യം. ഈ സാഹചര്യത്തിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം 2 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കിണറ്റിലിട്ട് കൊന്നതടക്കമുള്ള വാർത്തകൾ നമ്മൾ കണ്ടു. അപ്പൊ അങ്ങനെയുള്ള ഒരു സൊസൈറ്റി ആയിട്ട് കേരളം മാറുമ്പോൾ ആത്മാ പോലെയുള്ള സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസിന് വളരെ വലിയൊരു റോൾ. ആ റോൾ തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ മാത്രം പരിശ്രമങ്ങളിലൂടെ ഇത്തരം കാര്യങ്ങളിൽ മാറ്റമുണ്ടാക്കാൻ കഴിയും എന്ന് ഗവൺമെന്റിന് ഒരു കാരണവശാലും, ഗവൺമെന്റ് അങ്ങനെ ഒരു നിലപാടുള്ള ഗവൺമെന്റ്
അതുകൊണ്ട് സമൂഹത്തിന്റെ പങ്കാളിത്തം നാടിന്റെ പുരോഗതിയിൽ, നാട്ടിലുണ്ടാകേണ്ട മാറ്റങ്ങളിൽ, ആ മാറ്റങ്ങളിൽ സമൂഹത്തിന്റെ പങ്കാളിത്തം അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് സമൂഹത്തോടുള്ള പ്രതിബദ്ധതയോടുകൂടി, സമൂഹത്തിന്റെ ഉന്നമനത്തിലുള്ള താല്പര്യത്തോടുകൂടി, നാടിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത സമീപനത്തോടുകൂടി പ്രവർത്തിക്കുന്ന സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ്, അങ്ങനെയുള്ള ഓർഗനൈസേഷൻസ്, ആ ഓർഗനൈസേഷന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞുകൊണ്ടുകൂടിയാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഭാഗമായിട്ട് സെബിയുടെ നിയന്ത്രണത്തിൽ ഈ സോഷ്യൽ എക്സ്ചേഞ്ച് ആരംഭിക്കാനുള്ള തീരുമാനമെടുത്തത്. അതുകൊണ്ട് ഒരർത്ഥത്തിൽ നിങ്ങളെല്ലാവരും എന്ന് പറയുമ്പോൾ ചെയ്യുന്ന ആൾക്കാർ, ഉദാഹരണത്തിന് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ അല്ലെങ്കിൽ കമ്പനികൾ ഷെയർ എടുക്കുന്ന ആളുകളെ പോലെ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസിലും ഇതുപോലെ ഇക്വിറ്റി, ഇതുപോലെ ഇൻവെസ്റ്റ്മെന്റ്, ഇതുപോലെ നിങ്ങളുടെ പണം ശരിയായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള ഉത്തരവാദിത്തമാണ് സെബി ഏറ്റെടുക്കുന്നത്. അതാണ് സോഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പ്രധാനപ്പെട്ട റോൾ. ആ റോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകൾക്ക് റിസർവ് ബാങ്കിന്റെ ഗ്യാരണ്ടി നൽകുന്നത് പോലെ ഈ ഓർഗനൈസേഷൻസ് സോഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള, അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻസിന്റെ ഫംഗ്ഷനിങ്, ആ ഫംഗ്ഷനിങ് ഇറ്റ് ഈസ് ആസ് പെർ ദി നോംസ് സെറ്റ് ബൈ ദ ഗവൺമെന്റ് എന്ന് എല്ലാവർക്കും മനസ്സിലാവുക എന്നുള്ളതാണ് ഈ ലിസ്റ്റിംഗിന്റെ അർത്ഥം. അതുകൊണ്ട് ആ ഒരു ആ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ആത്മ അതിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ആത്മയുടെ പ്രവർത്തനത്തെ എനിക്ക് ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ഓരോരുത്തർ നോക്കുകയാണെങ്കിൽ എനിക്ക് എത്രമാത്രം സൂക്ഷ്മമായിട്ട് വിലയിരുത്താൻ സാധിച്ചു എന്നുള്ളത് ഒരുപക്ഷെ എനിക്ക് സാധിച്ചില്ലെങ്കിലും സാധിക്കാതിരിക്കാം. പക്ഷേ there is somebody who is monitoring that, there is somebody who is regulating that എന്ന് നമുക്കൊരു ഉറപ്പ്, ആ ഉറപ്പാണ്, ഒരു ഗ്യാരണ്ടിയാണ് ഈ സോഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഉള്ള ലിസ്റ്റിംഗിലൂടെ, ആ പ്രോസസ് ആക്കിയതിലൂടെ ആത്മ നേടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ തരത്തിലുള്ള സംഘടനകൾ എന്ന് പറഞ്ഞാൽ ആ സംഘടനയുടെ വിശ്വാസ്യതയ്ക്ക് ഒരു സർട്ടിഫിക്കറ്റ്, അതിന്റെ ക്രെഡിബിലിറ്റിക്ക് ഒരു സർട്ടിഫിക്കറ്റ്, ആ ക്രെഡിബിലിറ്റിക്കുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഈ ലിസ്റ്റിംഗ്. അത്തരം സംഘടനകളുടെ പ്രവർത്തനം അത് കേരളത്തിൽ ഒരുപക്ഷെ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതലായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും കൗമാരപ്രായക്കാരുടെയും മേഖലകളിൽ, ആ മേഖലകളിൽ കൂടുതൽ സജീവമായിട്ടുള്ള ഇടപെടലുകൾ നടത്തേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇന്ന് കേരളം നിൽക്കുന്നത്. ഒരുപക്ഷെ കേരളം തിരിച്ചു വരുമായിരിക്കും. കാരണം വെസ്റ്റേൺ സൊസൈറ്റീസിൽ ഉണ്ടായിട്ടുള്ളതുപോലെ വെസ്റ്റേൺ സൊസൈറ്റീസിൽ ഒരു അനാർക്കിക് സിറ്റുവേഷൻ, വയലൻസ്, അതിനുശേഷമുള്ള അനാർക്കിക് സിറ്റുവേഷൻ, അവിടുന്ന് ഒരു സൈക്കിൾ മാറി വരുമ്പോൾ വീണ്ടും തിരിച്ചു വരും. പക്ഷേ മറ്റുള്ളവരുടെ വീഴ്ചകളിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളാൻ കഴിയുകയാണെങ്കിൽ ഈ സൈക്കിളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകേണ്ട ആവശ്യമില്ല എന്ന് നമുക്ക് നേരത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സൈഡ് സ്റ്റെപ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള നമ്മുടെ രാജ്യത്തിന്റെ ഫിലോസഫിയുടെ അടിസ്ഥാനത്തിൽ, നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ, കാരണം അവരുടെ പാരമ്പര്യവും നമ്മുടെ പാരമ്പര്യവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അവിടെ വയലൻസ് ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ മറ്റു പലതുമാണ്. നമുക്ക് ആ കാരണങ്ങൾ ഉണ്ടാകേണ്ട ആവശ്യമില്ല, നമുക്ക് ആ കാരണങ്ങളില്ല. കാരണം നമ്മുടെ ഫിലോസഫിയും നമ്മുടെ ലീനിയേജും അതല്ല. അതുകൊണ്ട് നമുക്ക് അവിടെ നടന്നതെല്ലാം ആ സൈക്കിളിന്റെ ഭാഗമായിട്ട് നമുക്ക് നടന്നേ മതിയാവൂ എന്ന് നിർബന്ധമില്ല. പക്ഷെ അത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ there should be agencies who will be active to ensure that. ഇന്ത്യയിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സംസ്ഥാനം ഇന്ന് കേരളമാണ് എന്ന് രാജ്യത്തെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളെ കുറിച്ചും ഒരു പൊതുവായിട്ടുള്ള ധാരണയുള്ള ഒരാൾ എന്നുള്ള നിലയിൽ
എനിക്ക് വളരെ സുവ്യക്തമായിട്ട് പറയാൻ സാധിക്കും. അത് ഈ തരത്തിൽ ആത്മയുടെ പ്രവർത്തനത്തിന്റെ ആവശ്യകത വിളിച്ചോതുന്ന ഒരു പ്രവർത്തനമാണ്. അതിന് ആത്മയ്ക്ക് നിങ്ങളുടെ എല്ലാവരുടെയും തുടർന്നുള്ള പിന്തുണയും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയിട്ട് ഞാൻ നിർത്തുകയാണ്. നമസ്കാരം.